ഈ താങ്കൾ സ്വാമി ബ്രോ ആയതിന്റെ പിന്നിലുള്ള ആ ചരിത്രം എന്താണ്? അതായത് ഡോക്ടർ അരവിന്ദ് കൃഷ്ണനും സ്വാമി ബ്രോയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഒന്നാമത് ഞാൻ റോജ സിനിമ കണ്ടതിന് ശേഷം ഭയങ്കര അരവിന്ദ് സ്വാമി ഫാനായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടപ്പം എനിക്ക് തോന്നി അരവിന്ദ് ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ പേര് മാറ്റി അരവിന്ദ് സ്വാമി എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, പുള്ളിക്കാരിക്ക് എന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറ്റത്തില്ല, എന്നെക്കാൾ ഇളയതാണ്. പുള്ളിക്കാരിയുടെ ബ്രദറിന്റെ അതേ സിറ്റുവേഷൻ ആണ്, ഗായത്രി എന്നാണ് പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി എന്നെ സ്വാമി എന്ന് വിളിക്കും, പിന്നെ ബ്രോ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ രണ്ടും കൂടെ അങ്ങ് ചേർത്ത് ഞാനത് തുലികാനാമമാക്കിയത്. എനിക്ക് സ്വാമി എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. പിന്നെ നാട്ടുകാരടിക്കും നായപ്പം ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്കൊരു ആശ്വാസമുണ്ട്, എല്ലാ പെൺകുട്ടികളും സ്വാമി ബ്രോ എന്നല്ലേ വിളിക്കും. ബ്രോ എന്നുള്ളത് എല്ലാ പെൺകുട്ടികളും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഭയങ്കര ഭാര്യ എന്ന നിലയിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശരണ്യയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് കുറെ ഗോസിപ്പ് ഇങ്ങനെ, അതായത് ഇങ്ങനെ വന്നിരുന്നു, നടി ശരണ്യ മോഹൻ അരവിന്ദ് സ്വാമിയെ കല്യാണം കഴിച്ചു എന്ന്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു അയ്യോ അങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്ന് ആ സ്വാമി എന്നുള്ളത് നമ്മള് കല്യാണ വീഡിയോ നോക്കിയപ്പോ അരവിന്ദ സ്വാമി എന്ന് പറഞ്ഞിട്ട് ദേ നിൽക്കുന്നു വേറൊരു അരവിന്ദൻ. ആ സാരില്ല, കുഴപ്പമില്ല. പക്ഷെ കിട്ടിയത് കിടിലൻ സ്വാമിയാണല്ലോ, അത് മതി. ചിലതൊക്കെ ഓട്ടോ പിടിച്ചു വരുന്നൊക്കെ പറയുന്ന പോലെ വരാനുള്ളത് വഴി. ഈ അഭിനയ രംഗത്തേക്ക് ഇനി തിരിച്ചു വരാൻ എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ടോ, അതെയോ നല്ലത് എന്തെങ്കിലും വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വന്നാലും ചെയ്യൂല, അങ്ങനെ ഉണ്ടോ? അങ്ങനെ വാശി പിടുത്തൊന്നുമില്ല, അങ്ങനെയൊന്നും വാശിയില്ല. വരികയാണെങ്കിൽ ആഗ്രഹമുണ്ട്, നല്ല ക്യാരക്ടർ, നല്ല സ്ക്രിപ്റ്റ്, നല്ല ടീമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. താങ്കളും അതിന് ഫുൾ സപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ട്രിവാൻഡ്രത്തല്ല ഷൂട്ട് എന്ന് വിചാരിക്കുക, ഒരു 1 month ഷൂട്ട് അങ്ങ് വിദേശ രാജ്യങ്ങളായ മുംബൈയിലാണ്. 1 month ഭാര്യ കാണാൻ പറ്റൂല, ഞാൻ കൂടെ പോയില്ലേ? ഇല്ല, ഭർത്താവ് വരാൻ പാടില്ല. എന്നെ കൊണ്ട് ഇടത്തേ പറ്റും. അപ്പൊ താങ്കളുടെ എന്ത് ചെയ്യും? കൺസൾട്ടൻസ് ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. താങ്കൾ കൂടെ പാക്കേജ് ആയിട്ട് എടുക്കണം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കുട്ടികൾ തീറ്റയും ബാറ്റയും ഉള്ള ഒരു ഭർത്താവുമായിട്ട് മുംബൈക്ക് ഞങ്ങൾ വരും. ഹാപ്പി ആയിട്ട് മുംബൈ അടിച്ചു പിടിക്കും അല്ലേ? ശരി, അപ്പൊ ഷൂട്ട് മുംബൈയിലല്ല, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, എനിക്ക് പോവാ, വൈകുന്നേരം ഭാര്യ തിരിച്ചു വരും. ഓക്കെ, ഇനി നമുക്ക് അതായത് ശരണ്യയുടെ ഒരു പാട്ട് കേൾക്കേണ്ട ഒരു സമയം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. പാട്ട് പാടാം അല്ലേ? ഏത് പാട്ടാണ് മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് മറ്റേ നമ്മുടെ കാലാപ്പാനി മൂവിയിലെ മാരിക്കൂടിന്. ഓക്കെ, അടിപൊളി. ചിന്തൂര പൊട്ടിട്ട് ഒരു പൊൻവള കയ്യിലണിഞ്ഞ് ചില്ലോലും പൂമ്പട്ടും മെയ്യിൽ ചാർത്തി മൂവന്തി കോലായിൽ നിറമുത്തു വിളക്കു കൊളുത്തി നിന്നാമം മന്ത്രം പോൽ ഉള്ളിൽ ചൊല്ലി ഉണ്ണിക്കണ്ണൻ ഉണ്ണാനായി വെണ്ണച്ചോറും വെച്ചു ഞാൻ. നീയും പാലും പായസവും കദളിപ്പഴവും കരുതി ഞാൻ. നാലും കൂട്ടിയിട്ടൊന്ന് മുറുക്കാൻ ചെല്ലം തേടി ഞാൻ. ഉള്ളിനുള്ളിൽ തുള്ളി തുള്ളി തൂവും മുൻപേ നീ വന്നേ പോ. മാരിക്കൂടിനുള്ളിൽ പാടും മാടപ്രാവേ കൺമണിയെ കാണാൻ വായോ, നിൻ കണ്ണിറയെ കാണാൻ വായോ. പീലിക്കുന്നും കേറി നീലക്കാടും താണ്ടി എന്നുയിരേ മുന്നിൽ വായോ, നിൻ പൂമധുരം ചുണ്ടിൽ തായോ. ഇളമാൻ കൊമ്പത്തെ പുതു പൊന്നു ഞാലാടാൻ നറുമുത്തേവാ. മാരിക്കോടിനുള്ളിൽ പാടും മാടപ്രാവേ കൺമണിയെ കാണാൻ വായോ, നിൻ കണ്ണിറയെ കാണാൻ വായോ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു പാടുന്നത്, കേൾക്കാനും കാണാനും ഒക്കെ അടിപൊളി. ശരി, അപ്പോ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് അടുത്തൊരു ആഗ്രഹം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ഒരു വിഷ്വൽ, നിങ്ങൾ രണ്ടുപേരുടെയും തന്നെയാണ് ഒരു വിഷ്വൽ ഞാനിവിടെ കാണിക്കാം. അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ആഗ്രഹം വരും. ആ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയും, അപ്പൊ നിങ്ങളത് സാധിച്ചു തരണം. ഓക്കെ, ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാവോ? ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല ആചാരങ്ങളും ഇവിടെ ഉണ്ട്. റെഡിയാണോ? ചേട്ടൻ റെഡിയാണെന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ ഈ ഗെയിം റെഡിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ വിഷ്വൽ വരട്ടെ.
அந்த பொண்ணாണ് இந்த ஆளிന്റെ ஒரிஜினல் பொண்டாட்டி. என்ன சொல்றீங்க? உண்மை சொல்றேங்க. എത്ര മനോഹരമായ ആചാരങ്ങൾ. ആചാരം മാത്രമല്ല, എത്ര മനോഹരമായ എക്സ്പ്രഷൻസ്. അതെ അതെ. അതേപോലുള്ള എക്സ്പ്രഷൻസ് നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ரொம்ப முக்கியம். അപ്പോ ரொம்ப മുഖ്യமான ആ ഒരു ഡയലോഗ് നമുക്ക് വേണ്ടിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ശ്രമിക്കാം. அந்த பொண்ணு யாரு? அந்த பொண்ணாണ് இந்த ஆளிന്റെ ஒரிஜினல் பொண்டாட்டி. என்ன சொல்றீங்க? உண்மை சொல்றேங்க. അടിപൊളി അടിപൊളി അടിപൊളി. ശരിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു ടച്ച് വിട്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. കലക്കി. താങ്ക് യു. സൂപ്പർ. ഇനി മേലെ ഇല്ല, ഇനി ആചാരങ്ങളൊക്കെ തീർന്നു. ഇനി ഞാൻ ഒരു സമ്മാനം കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാം. ഓക്കെ, റെഡി?